നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു. തൊടുപുഴയിൽ ശോഭയാത്രയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. മുട്ടം കോടതിപ്പാലം ശോചനീയാവസ്ഥയിലായിട്ട് നാളുകളേറെയായെങ്കിലും ഇതുവരെ പുനർനിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. ദിനവും ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി കാഞ്ഞാറിൽ ബിരിയാണി ചലഞ്ച് നടത്തി യൂത്ത് കോൺഗ്രസ് കുടിയത്തൂർ മണ്ഡലം പ്രവർത്തകർ. കൽക്കത്ത ആസ്ഥാനമായുള്ള എക്സലർ ബുക്സിന്റെ സാഹിത്യരംഗത്തെ 2024 ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് കവിയും മാധ്യമപ്രവർത്തകനുമായ അക്ബറിന്. ലോകത്തെ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാർക്ക് വർഷം തോറും നൽകുന്ന അവാർഡാണ് അക്ബറിനെ തേടിയെത്തിയത്. ഇടുക്കി റവന്യൂ ജില്ലാ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. കരിമണ്ണൂർ സെന്റ് ജോസഫ് സ്കൂളും തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളും പെരുവന്താനം സെന്റ് ജോസഫ് സ്കൂളും 2ാം സ്ഥാനവും പങ്കിട്ടു. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. കണ്ണന്മാരും ഗോപികന്മാരും അണിനിരന്ന ശോഭയാത്രയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. വിവിധ നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. कृष्ण हरे जय कृष्ण हरे जय श्री हरि गोविंद निन तिरुनडയിൽ സങ്കടമോതും നീയേ കൃഷ്ണ നാരായണ ശരണം കണ്ണാ ശരണം മണിവർണ്ണ ശരണം വാദാലയപുരവാസി ജഗന്മയ മാധവ നീ ശരണം കണ്ണാ നിന്നുടെ അരികിലണഞ്ഞാൽ ജനിമൃതി മോക്ഷഫലം നിന്നെ തൊഴുതു വലം വച്ചാലും നിർമ്മല ഭക്തിയിലുള്ളം തെളിയും സാന്ത്വനമനുവേലം കണ്ണാ എളിയവനല്ലോ ഞാൻ മർദ്ദന കംസനിഷൂധന കായ പൂവർണ്ണ വസുദേവാത്മജ കൽമഷമൊഴിയാൻ കരപരിലാ
കുളിരാകരെ കുളിരണഞ്ഞിതാ പാർത്ഥനു തേരു തെളിച്ച വിഭോ എൻ സാരഥിയാകണമേ അജ്ഞാനാന്ധത നീങ്ങാനടിയൻ പകർന്നിടേണം ഗീതാമൃതവും. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് അടിമാലി മേഖലയിലും വിപുലമായ ആഘോഷ പരിപാടികൾ നടന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന ശോഭയാത്ര വർണ്ണാഭമായി. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് അടിമാലി മേഖലയിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിലും ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിലും നടന്ന ശോഭയാത്ര വർണ്ണാഭമായി. രാധാകൃഷ്ണ വേഷമണിഞ്ഞ കുരുന്നുകൾ ശോഭയാത്രയിൽ അണിനിരുന്നതോടെ ക്ഷേത്ര പരിസരങ്ങൾ അമ്പാടിയായി. അടിമാലി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലും 1000 ഏക്കർ കല്ലമ്പലം ദേവീക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലും ആഘോഷ പരിപാടികൾ നടന്നു. ശോഭയാത്രയ്ക്ക് ശേഷം ഉറിയടിയും സംഘടിപ്പിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നു. ക്ഷേത്രങ്ങളിൽ വിശ്വാസികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി. വെൺമറ്റം ശ്രീദുർഗ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലുള്ള ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പഞ്ചായത്ത് മെമ്പർ PR ഭാസി പതാക ഉയർത്തി. തുടർന്ന് ഉറിയടി, പ്രസാദയൂട്ട്, ഗോപൂജ, വിവിധ കലാപരിപാടികൾ, വർണ്ണാഭമായ ഘോഷയാത്ര എന്നിവയും നടത്തപ്പെട്ടു. സുപ്രസിദ്ധ സിനിമാ സീരിയൽ താരമായ ശ്രീദേവി ഉണ്ണികൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ബിജു ആശാരി മാട്ടേൽ, കൺവീനർ വിഷ്ണു, ജോയിന്റ് കൺവീനർ ഷിജു, ട്രഷറർ രാജേഷ് എന്നിവർ ജയന്തി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. വെൺമറ്റം ശ്രീദുർഗ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലുള്ള ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ സുപ്രസിദ്ധ സിനിമാ സീരിയൽ താരമായ ശ്രീദേവി ഉണ്ണികൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സന്തോഷം, എന്നെ ഈ വർഷത്തെ കൃഷ്ണ ജയന്തി ആഘോഷത്തിന് ഇൻവൈറ്റ് ചെയ്തതിന് ഒത്തിരി സന്തോഷമുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA വിശിഷ്ടാതിഥിയായിരുന്നു. പഞ്ചായത്ത് മെമ്പർ രാജീവ് ഭാസ്കർ ആശംസ അറിയിച്ചു. തുടർന്ന് ഉറിയടി, നൃത്തനൃത്യങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വണ്ണപ്പുറത്തേക്ക് വർണ്ണാഭമായ ഘോഷയാത്രയും നടത്തപ്പെട്ടു. ബിജു ആശാരി മാട്ടൽ, കൺവീനർ വിഷ്ണു, ജോയിന്റ് കൺവീനർ ഷിജു, ട്രഷറർ രാജേഷ് എന്നിവർ ജയന്തി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി.
കോടതിപ്പാലം ശോചനീയാവസ്ഥയിലായിട്ട് നാളുകളേറെയായെങ്കിലും ഇതുവരെ പുനർനിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. ദിനവും ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. ആളുകൾ വളരെ ബുദ്ധിമുട്ടിയാണ് പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത്. പാലത്തിന്റെ കൈവരികൾ കമ്പി തെളിഞ്ഞ അവസ്ഥയിലാണ്. അടിയന്തരമായി പാലത്തിന് വീതി കൂട്ടി പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. മുട്ടം കോടതി, പോളിടെക്നിക് കോളേജ്, സ്റ്റേഡിയം, ജില്ലാ ഹോമിയോ ആശുപത്രി, ഐച്ചാടി കോളേജ്, സ്കൂൾ, നിർമ്മിതി കേന്ദ്രം, ജില്ലാ ജയിൽ, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ, ഇൻഡസ്ട്രിയൽ ഏരിയയിലെ വിവിധ കമ്പനികൾ, കരിക്കനാപ്പാറ നിവാസികൾ, കോടതി, ഇടപ്പള്ളി ലിങ്ക് റോഡ് എന്നിവിടങ്ങളിലേക്കുള്ള നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് ജനങ്ങളും ദിവസവും സഞ്ചരിക്കുന്ന ഈ പാലത്തിന് 37 വർഷത്തിലധികം പഴക്കമുണ്ട്. ദിവസവും ആയിരക്കണക്കിന് ജനങ്ങളാണ് പാലത്തെ ആശ്രയിക്കുന്നത്. പാലത്തിന്റെ അവസ്ഥ വളരെ മോശമായതിനെ തുടർന്ന് ആളുകൾ ഏറെ ഭീതിയോടെയാണ് ഇതിലെ സഞ്ചരിക്കുന്നത്. മുട്ടം കോടതി പാലം വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കോടതി, അതുപോലെ ഐച്ചാടി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂള്, ഐച്ചാടിയുടെ അപ്ലൈഡ് സയൻസ് കോളേജ്, ഹോമിയോ ആശുപത്രി, വർക്കിംഗ് വിമൻസ് ഹോസ്റ്റല്, പോളിടെക്നിക് തുടങ്ങി പ്രധാനപ്പെട്ട പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെയും ആൾക്കാരും കുട്ടികളും സ്റ്റാഫും കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഏക ഒരു മാർഗമാണ് നമ്മുടെ ഈ കോടതി പാലം. ഈ പാലത്തിന്റെ അവസ്ഥയെ കാണിച്ചുകൊണ്ട്, മോശമായ അവസ്ഥയെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഐച്ചാടി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഇതിനു മുമ്പൊരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു. ഇപ്പോൾ എന്റെ അറിവിൽ ഏകദേശം ഒരു 36 വർഷങ്ങളായിട്ടുണ്ടാവും ഈ പാലം നിർമ്മിച്ചിട്ട്. അതിന്റെ കൈവരികളിലെ കമ്പികളെല്ലാം തെളിഞ്ഞിരിക്കുകയാണ്. തീരെ വീതിയും കുറവാണ് പാലത്തിന്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ, ഇവിടെ ഹൈസ്കൂൾ തൊട്ട് 8 തൊട്ട് 12 വരെയുള്ള കുട്ടികളാണ് നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾ വണ്ടി വരുമ്പോൾ നീങ്ങി നിൽക്കാനും ഒന്നും വീതിയില്ല. ചേർന്ന് നിന്നാൽ ഒരുപക്ഷെ അവരുടെ ദേഹം ഈ കമ്പിയെ കൊണ്ട് മുറിയുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് ശ്രദ്ധിച്ചിട്ട് ഇതിന് വേണ്ട ഒരു പുതിയത് നിർമ്മിക്കുന്നതിനുള്ള ഒരു നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ഒരു വഴിയിലൂടെ ദിവസേന അനേകായിരം ആൾക്കാർ പ്രതിദിനം സഞ്ചരിച്ചു വരുന്നതാണ്. പോളിടെക്നിക്, കോടതി, ലേഡീസ് ഹോസ്റ്റൽ, ഐച്ചാടി കോളേജ്, സ്കൂള്, വിജിലൻസ് ഓഫീസ്, അതുപോലെ തന്നെ ഹോമിയോ ആശുപത്രി എന്നിവയും അതുപോലെ തന്നെ കോടതിയിലേക്ക് എത്തുന്ന നിരവധിയായ സാധാരണക്കാരും എല്ലാ ദിവസവും ഈ റോഡിലൂടെ സഞ്ചരിക്കുകയാണ്. അതുപോലെ തന്നെ പാറമടയിലേക്കും പ്ലൈവുഡ് ഫാക്ടറിയിലേക്കും ഉള്ള ഭാരവാഹനങ്ങളും ഈ റോഡിലൂടെ നിരന്തരം സഞ്ചരിച്ച് ഈ പാലം ബലക്ഷയം വന്ന് അപകടാവസ്ഥയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പാലത്തിന് ഏകദേശം 35 വർഷത്തിന് മേളിൽ പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ റോഡിലൂടെയുള്ള ആളുകളുടെ അപകടാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് എത്രയും വേഗം ഒന്നെങ്കിൽ ഈ റോഡ് PWD കൊണ്ട് ഏറ്റെടുപ്പിക്കുക, അല്ലെങ്കിൽ ഈ റോഡ് അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ വേണ്ട നടപടികൾ എത്രയും വേഗം ആളുകളുടെ സുരക്ഷയെ കരുതി ചെയ്യേണ്ടതാണ് എന്ന് അറിയിക്കുന്നു. പാലത്തിന്റെ കൈവരികൾ കമ്പി തെളിഞ്ഞ അവസ്ഥയിലാണ്. അടിയന്തരമായി പാലത്തിന് വീതി കൂട്ടി പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 30 വീട് നിർമ്മിച്ചു നൽകുന്നതിനായി കാഞ്ഞാറിൽ ബിരിയാണി ചലഞ്ച് നടത്തി യൂത്ത് കോൺഗ്രസ് കുടയത്തൂർ മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ. കോൺഗ്രസ് മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KK മുരളീധരൻ ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. ബിരിയാണി ചലഞ്ചിന്റെ ആദ്യ വിൽപ്പന കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി M മോനിച്ചന് നൽകി കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് അഞ്ജലീന സിജോ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 30 വീട് നിർമ്മിച്ചു നൽകുന്നതിനായി കാഞ്ഞാറിൽ ബിരിയാണി ചലഞ്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് കൊടയത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. കോൺഗ്രസ് മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KK മുരളീധരൻ ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ലിനോ മാത്യു അധ്യക്ഷനായി. ബിരിയാണി ചലഞ്ചിന്റെ ആദ്യ വിൽപ്പന കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി M മോനിച്ചന് നൽകി കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് അഞ്ജലീന സിജോ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ്, KPCC അംഗം MK പുരുഷോത്തമൻ, റഹീം മണിയൻകാലായിൽ, CB മുകുളത്ത്, TV തോമസ് തോട്ടുവളപ്പിൽ, അപ്പച്ചൻ കള്ളിക്കാട്ട്, അനന്തു ഹരി, ലൂക്കാച്ചൻ മൈലാഡൂർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞാർ. കൊൽക്കത്ത ആസ്ഥാനമായുള്ള എക്സലർ ബുക്സിന്റെ സാഹിത്യരംഗത്തെ 2024 ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് കവിയും മാധ്യമപ്രവർത്തകനുമായ അക്ബറിന്. ലോകത്തെ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാർക്ക് വർഷം തോറും നൽകുന്ന അവാർഡാണ് അക്ബറിനെ തേടിയെത്തിയത്. മലയാള സാഹിത്യത്തിന് അക്ബർ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ്. കാടും മണ്ണും പുഴയുമെല്ലാം തന്റെ എഴുത്തുകളിൽ ഏറ്റവും കാവ്യാത്മകമായി ഉൾച്ചേർത്ത്
വായനക്കാരന്റെ മനസ്സിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന സൃഷ്ടികളാണ് കവി അക്ബറിൻ്റേത്. വീടും നാടുമടങ്ങുന്ന തന്റെ ചുറ്റുപാടുകളെ ഇഴചേർത്ത് അയാൾ എല്ലാവരിലേക്കും എത്തുന്ന ധാരാളം കവിതകൾ എഴുതി. അക്ബറിന്റെ ഈ സാഹിത്യ സൃഷ്ടികൾക്ക് ഒടുവിൽ ലഭിച്ച അംഗീകാരമാണ് കൽക്കത്ത ആസ്ഥാനമായുള്ള എക്സലർ ബുക്സിന്റെ സാഹിത്യരംഗത്തെ 2024 ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ്. പ്രശസ്തി പത്രവും 20,000 രൂപയുടെ പുസ്തക വൗച്ചറും അടങ്ങുന്നതാണ് പുരസ്കാരം. നനച്ചിരിക്കാതെ എത്തിയ അവാർഡ് ലബ്ധിയുടെ സന്തോഷത്തിലാണ് അക്ബറും കുടുംബവും. ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി ഭാഷകളിൽ നിരവധി പുസ്തകങ്ങൾ ഇറക്കിയിട്ടുള്ള കൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സലർ ബുക്സിൻ്റെ അന്താരാഷ്ട്ര സാഹിത്യ പുരസ്കാരമാണ് എനിക്ക് ലഭിച്ചത്. കേരളത്തിലെ ഒരാൾ നാമനിർദ്ദേശം നൽകുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എൻ്റെ അവസാനമിറങ്ങിയ ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ച കുയിൽ വെറുമൊരു പക്ഷി മാത്രമല്ല എന്ന പുസ്തകമാണ് പ്രധാനമായും പരിഗണിച്ചത്. എക്സലർ ബുക്സ് വളരെ വലിയൊരു പ്രസാധക സംഘമാണ്. അവർ വിവിധ മേഖലകളിൽ, സാഹിത്യ മേഖലകളിലെ വിവിധ സ്ഥലങ്ങളിലുള്ള, ലോകത്തെമ്പാടുമുള്ള പല സ്ഥലങ്ങളിലെ സാഹിത്യകാരന്മാരെ ഇങ്ങനെ ആദരിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ ആദരം ലഭിച്ചത്. ഇതോടൊപ്പം തന്നെ 20,000 രൂപയുടെ ബുക്ക് വൗച്ചറും ഇതോടൊപ്പം തന്നെ ലഭിച്ചിട്ടുണ്ട് ഈ അവാർഡിന് പുറമെ. ലോകത്തെ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാർക്ക് വർഷം തോറും നൽകുന്ന അവാർഡാണ് അക്ബറിനെ തേടിയെത്തിയത്. മലയാള സാഹിത്യത്തിന് അക്ബർ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ്. ബാംസുരി, അക്ബറോവ്സ്കി, കുയിലൊരു പക്ഷി മാത്രമല്ല എന്നീ കവിതാ സമാഹാരങ്ങളും ഇല തൊട്ട് കാടിനെ വായിക്കുന്നു എന്ന കാടനുഭവക്കുറിപ്പുകളുടെ പുസ്തകവും അക്ബറിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. പ്രണയ കവിതകളുടെ സമാഹാരമായ നിന്നെക്കുറിച്ചുള്ള കവിതകൾ എന്ന പുസ്തകം ഈ വർഷം പുറത്തിറങ്ങും. കൂടാതെ അക്ബറിന്റെ മാതാവിനെക്കുറിച്ചുള്ള കവിതകളുടെയും കുറിപ്പുകളുടെയും സാഹിത്യ സൃഷ്ടിയുടെ പണിപ്പുരയിലാണ് അക്ബർ. 2001 ആദ്യ പുസ്തകം DC ബുക്സ് ബാംസുരി ഇറക്കുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് 2019 പാപ്പാത്തി പുസ്തകങ്ങൾ അക്ബറോസ്കി എന്ന പുസ്തകം ഇറക്കുന്നത്. പിന്നീട് 2022 ഇല തൊട്ട് കാടിനെ വായിക്കുന്ന എന്ന കാടനുഭവ പുസ്തകം, ഒരു പരിസ്ഥിതി അനുഭവക്കുറിപ്പുകളാണ് ഈ പുസ്തകം ഇറക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും അടുത്തായി 2023 ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ച കുയിൽ ഒരു പക്ഷി മാത്രമല്ല എന്ന പുസ്തകമാണ് അവസാനമായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പുതുതായി ഉമ്മയെക്കുറിച്ച് ഒരു പുസ്തകം പണിപ്പുരയിലാണ്. എൻ്റെ പ്രണയ കവിതകളുടെ, പല കാലത്ത് എഴുതിയ പ്രണയ കവിതകളുടെ സമാഹാരം വൈകാതെ പുറത്തിറങ്ങും. കൂടാതെ പുതിയ കവിതകളുടെ ഒരു സമാഹാരവും അടുത്ത് തന്നെ വൈകാതെ പുറത്തിറങ്ങും. നേര്യമംഗലം സ്വദേശിയായ അക്ബർ മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. സംസ്കാര സാഹിത്യ പുരസ്കാരം, നാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എംപവർമെന്റ് അവാർഡ്, പുരോഗമന കലാസാഹിത്യ സംഘം ആദരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അക്ബറിന്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലേക്ക് കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട്. മീഡിയ നെറ്റ് ന്യൂസ് വാർത്താ വിഭാഗം മേധാവിയായി അക്ബർ നിലവിൽ സേവനമനുഷ്ഠിച്ചു വരുന്നു. പരേതരായ മൈദുവും ഐഷയുമാണ് മാതാപിതാക്കൾ. നഫീസയാണ് ഭാര്യ. അഹാന, സുനേന എന്നിവരാണ് മക്കൾ. നീലമരം, ഇഞ്ചയും മുള്ളുകളും ഇലകളുമുള്ള കാട്ടിൽ വഴിയുണ്ടാക്കി പോണം. മരങ്ങൾ, ഇലകൾ, വള്ളികൾ വഴിയായി മലർന്നു കിടക്കും. കാറ്റനക്കങ്ങളെ, തെണ്ടിയാനെ, ചീറ്റലുകളെയെല്ലാം അവഗണിച്ച് ഉമ്മ വിരലുണ്ടെന്ന് നനച്ച് മഹാഗണിക്കിടയിൽ മുളച്ച നിലപ്പന മഞ്ഞയോട് വഴക്കിട്ട് കാട്ടുകുറിഞ്ഞ് പൂത്തല്ലോ, ചുരൽമുള്ളിൽ കോർത്തല്ലോ, കാട്ടുകോഴി നിലം പറ്റി പറന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് മലയാകെ നടന്ന് ന്യൂസ് ബ്യൂറോ, അടിമാലി. ഇടുക്കി റവന്യൂ ജില്ലാ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 4 സ്വർണവും 4 വെള്ളിയും 2 വെങ്കലവും നേടി 34 പോയിന്റോടെയാണ് ചാമ്പ്യന്മാരായത്. കരിമണൂർ സെന്റ് ജോസഫ് സ്കൂളും തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളും പെരുവന്താനം സെന്റ് ജോസഫ് സ്കൂളും 2ാം സ്ഥാനം പങ്കിട്ടു. മേരികുളം സെന്റ് മേരീസ് സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ജില്ലയിലെ 5 സബ് ജില്ലകളിൽ നിന്നായി നിരവധി സ്കൂളുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടന്ന ഇടുക്കി റവന്യൂ ജില്ലാ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ 4 സ്വർണവും 4 വെള്ളിയും 2 വെങ്കലവും നേടി 34 പോയിന്റോടെ ഓവറോൾ ചാമ്പ്യന്മാരായി. 2 സ്വർണവും 1 വെള്ളിയും 3 വെങ്കലവും നേടി 16 പോയിന്റ് നേടി കരിമണൂർ സെന്റ് ജോസഫ് സ്കൂളും 2 സ്വർണവും 2 വെള്ളിയും നേടി തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളും 2 സ്വർണവും 2 വെള്ളിയും നേടി പെരുവന്താനം സെന്റ് ജോസഫ് സ്കൂളും 2ാം സ്ഥാനം പങ്കിട്ടു. 2 സ്വർണവും 1 വെള്ളിയും നേടി 13 പോയിന്റോടെ മേരികുളം സെന്റ് മേരീസ് സ്കൂൾ 3ാം
സ്ഥാനം കരസ്ഥമാക്കി. ജില്ലയിലെ 5 സബ് ജില്ലകളിൽ നിന്നായി നിരവധി സ്കൂളുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. സബ് ജില്ലാ തലത്തിൽ 81 പോയിന്റോടെ തൊടുപുഴ സബ് ജില്ല ഓവറോൾ 1-ാം സ്ഥാനവും 25 പോയിന്റോടെ കട്ടപ്പന സബ് ജില്ല 2-ാം സ്ഥാനവും 18 പോയിന്റോടെ പീരുമേട് സബ് ജില്ല 3-ാം സ്ഥാനവും നേടി. ചാമ്പ്യൻഷിപ്പിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ കുട്ടികൾ സർക്കാർ ഈ വർഷം ആദ്യമായി നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന് യോഗ്യത നേടി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴയുടെ വസ്ത്രവ്യാപാര രംഗത്ത് 74 വർഷമായി നിറസാന്നിധ്യമായ വട്ടക്കുളം ടെക്സ്റ്റോറിയത്തിന്റെ വിപുലീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 74 വർഷമായി തൊടുപുഴയുടെ വസ്ത്രവിപണന രംഗത്ത് നിറസാന്നിധ്യമായ വട്ടക്കുളം ടെക്സ്റ്റോറിയത്തിന്റെ വിപുലീകരിച്ച ഷോറൂം തൊടുപുഴ മാർക്കറ്റ് റോഡിൽ ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. അനുദിനം മാറുന്ന ഫാഷൻ ലോകത്ത് കാലാനുസൃതമായ മാറ്റങ്ങളോടെ ഏറ്റവും പുതിയ ഫാഷനും ഡിസൈനും സമന്വയിപ്പിച്ചുകൊണ്ട് മോഡേൺ ട്രെൻഡിംഗ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ കമനീയ ശേഖരവും യഥാർത്ഥ വിലക്കുറവും ഗുണമേന്മയും കോർത്തിണക്കി അത്യുഗ്രൻ തിരുവോണ ഓഫറുകളുമായാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. നഗരസഭാ കൗൺസിലർ മുഹമ്മദ് അഫ്സൽ അടക്കം നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കാർന്നോന്മാർ തുടങ്ങി വെച്ച സ്ഥാപനങ്ങളിൽ ചുരുക്കം ചില കടകൾ മാത്രമാണ് തൊടുപുഴയിൽ നിലനിൽക്കുന്നുള്ളൂ. അത് ഞങ്ങളെ വ്യാപാരികളെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. അപ്പം ഏതായാലും അജുമോൻ്റെയും സഹോദരന്മാരുടെയും നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. അതുപോലെ നല്ല സ്റ്റാഫ്, അവരുടെ പെരുമാറ്റം എല്ലാം, അത് ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊടുക്കുന്നു. ഇതെല്ലാം തൊടുപുഴയിലെ സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇവർക്ക് പുതിയ പുതിയ ആശയങ്ങൾ വരട്ടെ, പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരട്ടെ, എല്ലാവിധ ഭാവങ്ങളും നേരിടുന്നുണ്ടാക്കി. നമുക്കെപ്പോഴും അറിയാം, സാധാരണക്കാരുടെ ഒരു സ്ഥാപനമായിരുന്നു വട്ടക്കുളം എന്നുള്ളത്. ഈ ഓണവും പെരുന്നാളും ക്രിസ്മസും ഒക്കെ വരുമ്പോൾ വലിയ വലിയ തുണിക്കടകളെ അപേക്ഷിച്ച് അവനവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ നിന്ന് അവർ വീട്ടിലുള്ളവർക്ക് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ആളുകൾക്ക് ഭയാശങ്കകളില്ലാതെ കയറാൻ പറ്റുന്നൊരു സ്ഥാപനമായിരുന്നു വട്ടക്കുളം. അതായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ പേരും പ്രശസ്തിയും. ആ പേരും പ്രശസ്തിയും ഇനിയും അവർക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് വട്ടക്കുളം ടെക്സ്റ്റോറിയം. ഇന്ന് ഇത് പുതുക്കി പണിതിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഇനിയും ഏറെ ഉയരങ്ങളിലേക്ക് എത്താൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്നും ഇതിൻ്റെ ആത്മാർത്ഥമായി ആശംസിച്ചു. എല്ലാവിധ ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങളുടെയും വിപുലമായ ശേഖരമാണ് സ്ഥാപനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. സാരികൾ, സെറ്റ് ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയൽസ്, ടോപ്പുകൾ, കുർത്തികൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ, ഡബിൾ മുണ്ടുകൾ, ഷർട്ടുകൾ, ജീൻസുകൾ, വിവാഹ വസ്ത്രങ്ങൾ, കാഷ്വൽ, പാർട്ടി വെയറുകൾ, ബർത്ത്ഡേ, മാമോദിസ, ആദ്യ കുർബാന ഡ്രസ്സുകൾ ഉൾപ്പെടെ എല്ലാവിധ ഒക്കേഷനും അനുയോജ്യമായ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉയർന്ന ഗുണമേന്മയിൽ ഓണം സ്പെഷ്യൽ ഓഫറുകളോടെ സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇടനിലക്കാരിൽ നേരിട്ട് ഉൽപ്പാദന രംഗത്ത് നിന്ന് വസ്ത്രങ്ങൾ വാങ്ങുന്നതിനാൽ ഗുണമേന്മയുടെ വസ്ത്രങ്ങൾ വളരെ കുറച്ച് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. സേവന സന്നദ്ധരായ തൊഴിലാളികളും നല്ലവരായ കസ്റ്റമേഴ്സിന് പ്രത്യേക സൗകര്യങ്ങൾ ചെയ്യുവാൻ സന്നദ്ധരായിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.
കോടതി വിധികൾ ഉണ്ടായിട്ടും സ്ഥലം അളന്നു തിരിച്ചു നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന് രോഗിയായ വയോധികന്റെ പരാതി. മുൻസിഫ് കോടതി വിധി തനിക്ക് അനുകൂലമായിട്ടും ജില്ലാ കോടതി വിധി അനുകൂലമായിട്ടും അയൽവാസിയായ മൂത്താലത്ത് മുത്തുവീരൻ കയ്യേറിയ സ്ഥലം തിരിച്ചുപിടിച്ച് നൽകിയില്ലെന്ന് അർക്കുളം സ്വദേശിയായ ചിന്നവേലു ഇല്ലിക്കൽ പറഞ്ഞു. ഇടുക്കി RDO പോലും സ്ഥലം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും അർക്കുളം വില്ലേജ് അധികൃതരും റീസർവേ അധികൃതരും സ്ഥലം അളക്കാതെ മനഃപൂർവ്വം തന്നെ വഞ്ചിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, സ്ഥലം തിരിച്ചു തരാതെ മുഴുവൻ സ്ഥലത്തിന്റെയും കരം തന്റെ കയ്യിൽ നിന്നും ഇപ്പോഴും ഈടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിരവധി കോടതി വിധികൾ ഉണ്ടായിട്ടും സ്ഥലം അളന്ന് തിരിച്ചു നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന് രോഗിയായ വയോധികനായ അർക്കുളം സ്വദേശി ചിന്നവേലു ഇല്ലിക്കൽ. മുൻസിഫ് കോടതി വിധി തനിക്ക് അനുകൂലമായിട്ടും ജില്ലാ കോടതി വിധി അനുകൂലമായിട്ടും അയൽവാസിയായ മൂത്താലത്ത് മുത്തുവീരൻ കയ്യേറിയ സ്ഥലം തിരിച്ചു പിടിച്ചു നൽകിയില്ല. അയൽവാസി ഭൂമി തിരികെ 15 ദിവസത്തിനകം നൽകാമെന്ന് കോടതിക്ക് പുറത്തുവെച്ച് എഗ്രിമെന്റ് വെച്ചെങ്കിലും 6 സെന്റ് സ്ഥലം അതും താൻ മുൻസിഫ് കോടതിയിൽ പരാതി കൊടുത്ത ശേഷമാണ് കിട്ടിയത്. അതും കോടതിയിൽ നിന്ന് ആമീൻ വന്ന സ്ഥലം തരികയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ബാക്കി സ്ഥലം വിട്ടുകിട്ടിയിട്ടില്ല. വീണ്ടും മുൻസിഫ് കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചെങ്കിലും അവർ സ്ഥലം വിട്ടുതരാൻ തയ്യാറായില്ല. അത് നടപ്പാക്കി തരാൻ റീസർവേ വിഭാഗവും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും തയ്യാറാകുന്നില്ലെന്നും ചിന്നവേലു പറഞ്ഞു. ഞാനും ഗുരുസ്വാമിയും കിഴക്കേല് മാത്യു ചേട്ടൻ്റെ അടുത്ത് ഗുരുസ്വാമി 18 സെന്റ് സ്ഥലവും ഞാൻ 9 സെന്റ് സ്ഥലവും മേടിച്ചു. ഗുരുസ്വാമിയുടെ 18 സെന്റ് സ്ഥലത്തിന് ആധാരത്തിൽ സാക്ഷിയായിട്ട് ഞാനാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഗുരുസ്വാമിയുടെ കയ്യിൽ 20 സെന്റ് 756 സ്ക്വയർ ലിങ്സ് സ്ഥലമുണ്ട്. എൻ്റെ സ്ഥലം റീസർവേക്കാർ ഗുരുസ്വാമിക്ക് അളന്നു കൊടുത്തു. അങ്ങനെ എൻ്റെ സ്ഥലം കുറഞ്ഞ് 6 സെന്റ് .424 സ്ക്വയർ ലിങ്സ് ആയിട്ട് കുറഞ്ഞു. റീസർവേക്കാർ എൻ്റെ വീടിൻ്റെ കിഴക്കും തെക്കുവശത്തു കൂടി പണിക്കർത്തോട് കൊടുക്കുന്നു. അതിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ട്. ആ ഭിത്തിയും കൂടി എൻ്റെ സ്ഥലമായിട്ട് ഇവർ അളന്ന് എൻ്റെ സ്ഥലം കുറച്ചു. എൻ്റെ സ്ഥലം ഗുരുസ്വാമിക്ക് അളന്നു കൊടുത്തു. എൻ്റെ പട്ടയമുള്ള 9 സെന്റ് സ്ഥലം എനിക്ക് തിരിച്ച് അളന്ന് തരണം. ഞാൻ മനുഷ്യാവകാശ കമ്മീഷനും പരാതി കൊടുത്തു. ഞാൻ ബഹുമാനപ്പെട്ട ഇടുക്കി RDOയ്ക്ക് പരാതി കൊടുത്തു. ഇടുക്കി RDO തൊടുപുഴ ലാൻഡ് തഹസിൽദാരോട് റീസർവേയുടെ അപാകത പരിഹരിച്ച് അളക്കാൻ ഉത്തരവിട്ടു. ഇതുവരെയായിട്ടും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എൻ്റെ സ്ഥലം അളന്നു തന്നില്ല. കഴിഞ്ഞ 22-ാം തീയതി താലൂക്ക് സർവേർ സ്ഥലം അളക്കുവാന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ വരികയും സ്ഥലം അളക്കാതെ പോവുകയും ചെയ്തു. ഇടുക്കി RDO പോലും സ്ഥലം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും അർക്കുളം വില്ലേജ് അധികൃതരും റീസർവേ അധികൃതരും സ്ഥലം അളക്കാതെ മനഃപൂർവ്വം തന്നെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുവരെ സ്ഥലം വിട്ടുതരാൻ എതിർകക്ഷിയും തയ്യാറായിട്ടില്ല. ഇപ്പോഴും സ്ഥലം തിരിച്ചു തരാതെ മുഴുവൻ സ്ഥലത്തിന്റെയും കരം ഇപ്പോഴും തന്റെ കയ്യിൽ നിന്നും വില്ലേജ് അധികാരികൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷനെയും ചിന്നവേലു സമീപിച്ചെങ്കിലും സ്ഥലം അളന്ന് തിരിച്ചു കൊടുക്കേണ്ട റീസർവേക്കാരും വില്ലേജ് അധികൃതരും മനഃപൂർവ്വം സ്ഥലം തിരിച്ചു കൊടുക്കുന്നില്ല. വൈദ്യുതി ബോർഡിൽ നിന്നും റിട്ടയർ ചെയ്ത ഇപ്പോൾ രോഗിയായി കഴിയുന്ന ചിന്നവേലുവിന്റെ സർവീസ് ബുക്കിൽ ഇതുവരെ റീമാർക്ക് വീണിട്ടില്ലാത്ത ആളാണ്. വൈദ്യുതി ബോർഡിൽ നിന്നും റിട്ടയർ ചെയ്ത ഇപ്പോൾ രോഗിയായി കഴിയുന്ന ചിന്നവേലുവിന്റെ സർവീസ് ബുക്കിൽ ഇതുവരെ റിമാർക്ക് വീണിട്ടില്ലാത്ത ആളാണ്. ഇതിനു പുറമെ CCTV തന്റെ വീട്ടിലേക്ക് തിരിച്ചു വെച്ചിരിക്കുകയാണ്. തന്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറും വിധം സ്ഥാപിച്ചിട്ടുള്ള CCTV മാറ്റണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞാർ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസും നടപടി സ്വീകരിച്ചില്ലെന്ന് ചിന്നവേലു പറഞ്ഞു. 99-ൽ സ്ഥലം വാങ്ങി വീട് വെച്ച തനിക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ധിക്കാരപരമായ നടപടി മൂലവും അയൽവാസിയുടെ ശല്യവും കാരണം ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ലാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ സിംഗ് സോൺ വിഭാഗത്തിൽ അവാർഡ് കരസ്ഥമാക്കി നാടിന് അഭിമാനമായ കുമ്മങ്കൽ സ്വദേശി ഷമീർ അഹമ്മദിന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹാദരം. ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ ഉപഹാരം നൽകി. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ സിംഗ് സോൺ വിഭാഗത്തിൽ അവാർഡ് കരസ്ഥമാക്കി നാടിന് അഭിമാനമായ കുമ്മങ്കോല് സ്വദേശി ഷമീർ അഹമ്മദിന് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹാദരം. ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ ഉപഹാരം നൽകി. ജില്ലാ ട്രഷറർ TK നവാസ്, സെക്രട്ടറിമാരായ PN സീതി, KM സലീം, സംസ്ഥാന കൗൺസിൽ അംഗം SM ഷെരീഫ്, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി EAM അമീർ, നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം, കൗൺസിലർമാരായ സഫിയ ജബ്ബാർ, ഷഹന ജാഫർ, സാബിറ ജലീൽ, നേതാക്കളായ AM സമദ്, MM ഷുക്കൂർ, അഡ്വക്കേറ്റ് CK ജാഫർ, PK മൂസ, AM നജീബ്, സലീം ആട്ടയിൽ, ഷാമൽ അസീസ്, OJ അബു, ജുബൈരിയ ഷുക്കൂർ, ഹഫ്സ സമദ്, MM അബ്ദുൾ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് മുനിസിപ്പൽ 18-ാം വാർഡ് പ്രസിഡന്റ് KH അബ്ദുൾ കരീമിന്റെ മകനാണ് ഷമീർ അഹമ്മദ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കോതമംഗലം താലൂക്ക് സമ്മേളനം നടന്നു.
മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. താലൂക്ക് പ്രസിഡന്റ് PM നവാസ് അധ്യക്ഷത വഹിച്ചു. AG ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി പ്രവർത്തകർ യോഗത്തിൽ പങ്കെടുത്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കോതമംഗലം താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. താലൂക്ക് പ്രസിഡന്റ് PM നവാസിന്റെ അധ്യക്ഷതയിൽ MLA മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ചിരുന്നത് നമ്മുടെ കൊട്ടവക്കാട് ഫാർമേഴ്സ് ബാങ്കിലെ ജീവനക്കാരായിട്ടുള്ളവരെയാണ്. ഞാൻ അപ്പച്ചൊരു വിശ്വാസമായിട്ട് പൈസ കൊണ്ടുപോയി കൊടുത്താലും മക്കളോട് കൊടുക്കുന്നത് പോലെ വാങ്ങുന്നത് പോലെ അവർ കണക്ക് പറയാൻ കണക്ക് ബാക്കി ആരും പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാലും നമുക്ക് ഒന്നോടെ നോക്കി കണക്ക് ശരിയല്ലേ. പക്ഷേ അവിടെ സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുത്താൽ അപ്പച്ചൊരു വിശ്വാസമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിലെ ഒരു നിലനിൽപ്പെന്ന് പറയുന്നത്. ജീവനക്കാരിലുള്ള വലിയ വിശ്വാസം. എത്രയോ AG ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. KP ബാബു, PP ഉദുപ്പാൻ, ഷമീർ പനക്കൽ, ബാബു ഏലിയാസ്, PS നജീബ്, ബോബൻ ജേക്കബ്, സംസ്ഥാന സെക്രട്ടറി ബിനു കാവുങ്കൽ, സംസ്ഥാന വനിതാ ഫോറം കൺവീനർ ശ്രീജ S നാഥ്, ജില്ലാ പ്രസിഡന്റ് PP ഉണ്ണികൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി പ്രിൻസൺ തോമസ്, ജില്ലാ ട്രഷറർ സിയാദ് KA, ഷൈജൻ ചാക്കോ, ബിനോയ് പുളിനാട്ട്, അനൂപ് ഇട്ടൻ, PA യൂസഫ്, അമീൻ തടത്തിക്കുന്നേൽ, KK അഷറഫ്, MM അലിയാർ, ബേസിൽ ജോസ്, KC ജോർജ്, PT ഷിബി, പോൾ P വർഗീസ്, PS ഷിഹാബ്, ബേസിൽ കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. APJ അബ്ദുൽ കലാം ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ചെങ്ങന്നൂർ വല്ലന റാവത്തൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പ്രൊമോഷൻ പ്രോഗ്രാം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. തൊടുപുഴ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് മെമ്പർ VS സെയ്ദ് മുഹമ്മദിന്റെ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് മെമ്പറും ലോകസഞ്ചാരിയുമായ ഡോക്ടർ കാസിം റാവുത്തറെ ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ മെമ്പർഷിപ്പ് വിതരണവും നടത്തി. APJ അബ്ദുൽ കലാം ഫൗണ്ടേഷൻ ട്രസ്റ്റിന്റെ ചെങ്ങന്നൂർ വല്ലന റാവുത്തർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ പ്രൊമോഷൻ പ്രോഗ്രാം തൊടുപുഴയിൽ നടന്നു. നിരവധി പേരുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MA കരീം ഉദ്ഘാടനം നിർവഹിച്ചു. ട്രസ്റ്റ് മെമ്പർ VS സെയ്ദ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് മെമ്പറും ലോകസഞ്ചാരിയുമായ ഡോക്ടർ കാസിം റാവുത്തറെ ചടങ്ങിൽ ആദരിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി E ഷിഹാബുദ്ദീൻ വിഷയാവതരണവും മെമ്പർഷിപ്പ് വിതരണവും നടത്തി. ട്രസ്റ്റ് മെമ്പർ ഡോക്ടർ കാസിം റാവുത്തർക്ക് ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ഷാജഹാൻ റാവുത്തർ വല്ലന മെമ്പർഷിപ്പ് കൈമാറി. റിട്ടയർഡ് ഡിസ്ട്രിക്ട് സെഷൻ ജഡ്ജ് EM മുഹമ്മദ് ഇബ്രാഹിം മുഖ്യപ്രഭാഷണവും ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി KH ഷാജഹാൻ റാവുത്തർ ട്രസ്റ്റിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനവും വിശദീകരിച്ചു. ട്രസ്റ്റ് മെമ്പർ മുഹമ്മദ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു. അതായത് നമ്മളുടെ നല്ല പ്രതിഭകളെല്ലാം വിദേശത്ത് പോയി വിദ്യാഭ്യാസം ചെയ്യുകയാണ്. എന്നിട്ട് അവരെ അവിടെ തന്നെ ഉദ്യോഗം കണ്ടെത്തി അല്ലെങ്കിൽ അവിടെ തന്നെ ജീവിച്ച് ഭാര്യയും മക്കളെയും കുടുംബത്തെയും ഇങ്ങനെ കൊണ്ടുപോയി നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ബ്രെയിൻ ട്രെയിൻ ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ നാട്ടിൽ പഠിച്ചാൽ ഉദ്യോഗം കിട്ടില്ല എന്നൊരു തോന്നൽ, എങ്ങും എത്തില്ല എന്നൊരു തോന്നലുണ്ട്. അതൊക്കെ മിഥ്യാധാരണയാണ്. അത് നമ്മുടെ അദ്ദേഹത്തിന്റെ ഡോക്ടറുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി കാണും. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പഠിച്ചതിന് പ്രതിഫലം അദ്ദേഹത്തിന് ഡോക്ടറായി, വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുന്നു. ഈ വസ്തുത നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് കരണീയമായി ചെയ്യാനുള്ളത് നമ്മുടെ യുവതലമുറയെ, അതായത് കുട്ടികളെ സ്കൂളിൽ ഹൈസ്കൂൾ ലെവലിൽ +2, +1, +2 ലെവലിലുള്ള സ്കൂളുകളിൽ നിന്നും കോളേജ് ലെവലിലുള്ള കുട്ടികളിൽ നിന്നും നല്ല പ്രതിഭാധനരായ കുട്ടികളെ കണ്ടെത്തി നമുക്ക് അവർക്ക് കോച്ചിങ് കൊടുക്കണം. നമ്മുടെ സ്റ്റേറ്റിലെ ഉദ്യോഗത്തിൽ കയറി പറ്റാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങളും കോച്ചിങ്ങും ഒക്കെ കൊടുക്കുന്ന ഒരു സെന്റർ ഈ റാവുത്തർ ഫെഡറേഷന്റെ കെയറോഫിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ട്രസ്റ്റ് മെമ്പർ PK മൂസ സ്വാഗതവും മെമ്പർ O യൂസഫ് റാവുത്തർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു. തൊടുപുഴയിൽ ശോഭയാത്രയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. മുട്ടം കോടതിപ്പാലം ശോചനീയാവസ്ഥയിലായിട്ട് നാളുകളേറെയായെങ്കിലും ഇതുവരെ പുനർനിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. ദിനവും ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത്. വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി കാഞ്ഞാറിൽ ബിരിയാണി ചലഞ്ച് നടത്തി യൂത്ത് കോൺഗ്രസ് കുടിയത്തൂർ മണ്ഡലം പ്രവർത്തകർ. കൽക്കത്ത
കൊല്ലത്തെ ആസ്ഥാനമായുള്ള എക്സലർ ബുക്സിന്റെ സാഹിത്യരംഗത്തെ 2024 ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ് കവിയും മാധ്യമപ്രവർത്തകനുമായ അക്ബറിന്. ലോകത്തെ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാർക്ക് വർഷം തോറും നൽകുന്ന അവാർഡാണ് അക്ബറിനെ തേടിയെത്തിയത്. ഇടുക്കി റവന്യൂ ജില്ലാ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. കരിമണ്ണൂർ സെന്റ് ജോസഫ് സ്കൂളും തൊടുപുഴ APJ അബ്ദുൽ കലാം സ്കൂളും പെരുവന്താനം സെന്റ് ജോസഫ് സ്കൂളും 2ാം സ്ഥാനവും പങ്കിട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.